ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യാന്തര കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായി. ബോൾഗാട്ടിയിലെ ലുലു ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ നാഡിയും ഞരമ്പുമായി കേരളം മാറുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. This is indeed a stepping stone towards elevating Kerala into the hub of generative artificial intelligence in the country as we explore AI's transformative potential and its impact on our society and economy. I gather that there are about 1,000 of you here, including industry leaders, policy makers, and innovators. At the outset, let me extend a very warm welcome to each and every one of the participants of this conclave. I hope that you all will have a fruitful time here in Kerala, God's own country. Kerala's well-recognized industrial and startup ecosystem is rapidly emerging as a hotspot for top AI startups and companies. Numerous AI startups in our state are pushing the boundaries of innovation, some of whom have showcased their advancements in the exhibition area here today. ആധുനിക കാലത്തെ ഏറ്റവും പുതിയ സങ്കേതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ അനന്തമായ സാധ്യതകൾ, വികസന സാധ്യതകൾ തേടുകയാണ് കേരളം ഈ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിലൂടെ. ഒരു സംസ്ഥാനം സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇത്തരത്തിലുള്ള കോൺക്ലേവ് കൂടിയാണ്. IT ഭീമനായ IBM-ന്റെ സഹകരണത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഗായത്രി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഗായത്രി, കേരളം സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ നാഡിയും ഞരമ്പുമായി മാറുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഭാവിയുടെ വികസനത്തിന് ഉപയോഗിക്കുക എന്ന വലിയ ചിന്താഗതി ഈ കോൺക്ലേവിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം സംഘടിപ്പിക്കുന്ന ആദ്യ AI കോൺക്ലേവ് കൂടിയാണ് കൊച്ചിയിലേത്. ആ വലിയ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണ്? ലോകം കേരളത്തെക്കുറിച്ച് സംസാരിക്കുക ഈ 2 ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോക സാങ്കേതിക ഭൂപടത്തിൽ കേരളം അടയാളപ്പെടുത്തുന്ന സ്ഥാനത്തെക്കുറിച്ചായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് എന്തായാലും ഇന്ന് ഇവിടെ നടക്കുന്ന കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന ഈ 2 ദിവസത്തെ കോൺക്ലേവിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഉദ്ഘാടനം തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഉദ്ഘാടന വേദിയുടെ തത്സമയ ചിത്രം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത് എന്നത് തന്നെ ഈ പരിപാടി എത്രത്തോളം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും, ഭാവിയെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനം തന്നെയാണ് ഇന്നിവിടെ നടന്നത്. ഈ 2 ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ സെഷനുകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, ഡെമോകൾ, ഈ ടെക്നോക്രാറ്റുകളുമായിട്ടുള്ള സംസാരങ്ങളെല്ലാം തന്നെ ഭാവിയെ വാർത്തെടുക്കുന്നത് എങ്ങനെയായിരിക്കും, അതിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്തായിരിക്കും, കേരളത്തിന് ഇത്തരത്തിൽ പങ്കാളിത്തം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും, ഒപ്പം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയപരമായും ഭാഷാപരമായും എല്ലാ സാമ്പത്തികപരമായുള്ള വളർച്ചയിലെല്ലാം ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയും ാണ് ഈ 2 ദിവസം ഇവിടെ നടക്കാൻ പോവുക. മേഖലകളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതിന്റെയൊക്കെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും സംവാദം നടക്കുന്ന വേദിക്ക് പുറത്താണ് ഇത്തരത്തിൽ എന്തൊക്കെ മേഖലകളിൽ ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന തരത്തിലുള്ള വിവിധ ഡെമോൺസ്ട്രേഷനുകൾ ഉള്ളത്. ഈ ഓരോ ഡെമോൺസ്ട്രേഷനുകളിലും ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ വിവിധ സ്റ്റാഫുകൾ അല്ലെങ്കിൽ IBM-ന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രവർത്തകരെല്ലാം നിൽക്കുന്നു. അത്തരത്തിൽ വ്യക്തമാണ് കാര്യങ്ങൾ. ഏതായാലും പുതിയ സാധ്യതകൾ, ആധുനിക ലോകത്ത് പുതിയ വികസന സാധ്യതകൾ തേടുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിലൂടെ സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് ഗായത്രി കൊച്ചിയിൽ നിന്ന് നൽകിയത്.